ചൈന അമേരിക്ക വ്യാപാര കരാറിന് ധാരണ. തീരുമാനം ഡൊണാൾഡ് ട്രംപ് ഷീ ജിങ് പിങ് കൂടിക്കാഴ്ചയിൽ. ദക്ഷിണ കൊറിയയിലെ കസോളിൽ നടന്ന കൂടിക്കാഴ്ച നീണ്ടത് 1 മണിക്കൂർ 40 മിനിറ്റ്. കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീക്കം റഷ്യ ആണവ മിസൈൽ പരീക്ഷിച്ചതിന് പിന്നാലെ ലോകത്തെ ഭീമൻ ആണവ രാജ്യം അമേരിക്കയാണെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. PM ശ്രീയിലെ മന്ത്രിസഭാ പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിലും സർക്കാരിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഇനിയും. പദ്ധതിയിൽ നിന്ന് പിന്മാറാനാവില്ല. തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന്. പദ്ധതി പഠിക്കാനുള്ള മന്ത്രിതല സമിതി CPIയെ തണുപ്പിക്കാനുള്ള മാർഗം മാത്രം. ഇളവുകൾക്കും മാറ്റങ്ങൾക്കും കേന്ദ്രം തയ്യാറാകാൻ സാധ്യതയില്ല. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിൽ MA ബേബിയെ പ്രശംസിച്ച് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു. പ്രശംസ ജനയുഗത്തിലെ ലേഖനത്തിൽ. ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെന്നും പ്രകാശ് ബാബു. ഉദ്യോഗസ്ഥർക്ക് വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഖത്തറിൽ. കേരള മുഖ്യമന്ത്രി ദോഹയിലെത്തുന്നത് 12 വർഷത്തിന് ശേഷം. ഖത്തർ ഔദ്യോഗിക പ്രതിനിധികളുമായും കൂടിക്കാഴ്ച. പ്രവാസി വ്യാപാര വാണിജ്യ പ്രമുഖരെയും മുഖ്യമന്ത്രി കാണും. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് 18നോട്. കുടുംബാധിപത്യത്തിന് ഇനി ഡൽഹിയിലും ബീഹാറിലും സ്ഥാനമുണ്ടാകില്ലെന്ന് അമിത്ഷാ. അമിത്ഷായുടെ പ്രതികരണം ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള അഭിമുഖത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ. മുസഫർപൂരിലും ഛപ്രയിലും റാലി. NDA പ്രകടന പത്രികയും ഇന്ന്. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. കൊലപാതകം മദ്യലഹരിയിൽ. മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമം. മരിച്ചത് പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മ. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ചെമ്പല്ലി മീൻ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 35ഓളം പേർ താലൂക്ക് ആശുപത്രിയിലും കാരക്കോണം മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ. കുട്ടികളടക്കമുള്ള അത്യാഹിത വിഭാഗത്തിൽ. ഭക്ഷ്യവിഷബാധയേറ്റത് കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള, കുറുവാട് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയ മീൻ കഴിച്ചവർക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബുവിനെ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു. പോറ്റിയെയും മുരാരി ബാബുവിനെയും ശബരിമലയിലെത്തിച്ച് തെളിവെടുക്കും. സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ആരെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണവുമായി തമിഴ് നടി നർവിനി ദേരി. ഓഡീഷന്റെ പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും നർവിനി. വെളിപ്പെടുത്തൽ ട്രെൻഡ് ടോക്സ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ. മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം സിനിമയുടെ പൂജ കൊച്ചിയിൽ. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് മോഹൻലാലും ഭാര്യ സുചിത്രയും. പ്രണവ് മോഹൻലാൽ DS ഇറയുടെ പ്രീമിയർ ഷോയും ഇന്ന് കൊച്ചിയിൽ. ആലപ്പുഴ പുന്നപ്രയിലെ നെൽ കർഷകരോട് സർക്കാരിന്റെ കൊടും ക്രൂരത. കൊയ്തിട്ട നെല്ല് 17 ദിവസമായിട്ടും ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. ആർക്കും വേണ്ടാതെ വഴി നീള കിടക്കുന്നത് 250 ഏക്കർ പാടശേഖരത്തിലെ നെല്ല്. മുന്നിൽ എന്ത് എന്നറിയാതെ കണ്ണീരുമായി കർഷകർ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ജയ്ഷെ മുഹമ്മദ് രൂപീകരിച്ച സ്ത്രീകളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ മരണശേഷം സ്വർഗത്തിൽ പോകുമെന്ന് ഭീകരൻ മസൂദ് അസർ. സ്ത്രീകൾക്കായുള്ള പുതിയ സംഘടനയുടെ പേര് ജമാത്തുൽ മുമിനാത്ത്. ജയ്ഷെ മുഹമ്മദ് ലക്ഷ്യം വനിതകളെ ഭീകരാക്രമണത്തിന് പ്രാപ്തരാക്കലെന്ന് റിപ്പോർട്ട്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-ഓസ്ട്രേലിയ സെമി. മത്സരം വൈകിട്ട് 3 മണിക്ക് മുംബൈയിൽ. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ.